ഈ പാറ്റേൺ എന്ത് ഭംഗിയല്ലേ മിന്നു. നീ ആരോടാ? മിന്നു ഇവിടെ വാ. എത്ര നേരായി? നോക്ക്, ഇഷ്ടായില്ലേ നിനക്ക്? എന്താ പട്ടിന്റെ ഒരു തിളക്കല്ലേ. കോയമ്പത്തൂരിൽ ഇതിനേക്കാളും നല്ലത് കിട്ടുമോ അല്ലല്ലോ? അത് ഇത്ര നല്ലൊരു ഡിസൈൻ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതിന് വില കുറച്ച് കൂടുതൽ. എന്നാലും ഇതൊക്കെ ഇമിറ്റേഷൻ അമ്മ, ഒറിജിനൽ അല്ല. ആരാ പറഞ്ഞ നിന്നോട് ഒറിജിനൽ അല്ലാന്ന്? നോക്കാനോ, ഇതൊന്നും നോക്കൂ ഒറിജിനൽ അല്ലേന്ന്. എനിക്കറിയില്ല ആൻറ്റി, ഒറിജിനൽ ആണോ ഇമിറ്റേഷൻ ആണോ എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ശരിക്കുള്ള പട്ടാണെങ്കിൽ പിന്നെ ഞാൻ അവരോട് 2 പ്രാവശ്യം ചോദിച്ചതാ. ഇത് പാക്ക് ചെയ്തോളൂ കേട്ടോ. ആൻറ്റി, ഇന്ന് കൽപ്പന എൻ്റെ കൂടെ പോരട്ടെ? എവിടെ? എൻ്റെ വീട്ടിലേക്ക് കുറച്ച് നേരത്തേക്കാ. അതിന് നീ ലൈബ്രറിയിലേക്ക് പോവാന്നല്ലേ പറഞ്ഞത്? ആൻറ്റി, എനിക്ക് അവിടെ 10 മിനിറ്റ് വേണ്ട, ഞങ്ങൾ ഉടനെ വീട്ടിലേക്ക് പോകും. ഇന്നലെയല്ലേ മിന്നു നിന്റെ വീട്ടിലേക്ക് വന്നത്? ഇന്നലെ അല്ല അമ്മ, മിനിഞ്ഞാന്നായിരുന്നു. മിനിഞ്ഞാന്നെങ്കിൽ മിനിഞ്ഞാന്ന്. ഇപ്പൊ പോകേണ്ട കാര്യം എന്താ? ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടല്ലേ ഉള്ളൂ. കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ. വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ തിരിച്ചു വരും. അപ്പൊ എങ്ങനെയാ? ഞാൻ കാർ അയക്കണ്ടേ? സാറില്ല ആൻറ്റി, ഞാനിവിടെ ഓട്ടോയിൽ വിട്ടേക്കാം. എന്നാ നിങ്ങളെ ഞാൻ ആ ലൈബ്രറിയുടെ മുമ്പിൽ ഇറക്കാം. വേണ്ടമ്മ, ഈ വൺവേയിലൂടെ പോയാൽ വളരെ ചുറ്റാ. ഞങ്ങൾ ആ ജംഗ്ഷനിൽ ഒരു ഓട്ടോ പിടിച്ചോളാം. മോളെ വേണ്ട, ഇന്നിനി വേണ്ട. അനു, ഇന്നവള് വരണ്ട. ഇനി ഒരിക്കലാവട്ടെ. വാ. എന്താ അമ്മ ഇത്? ഇപ്പൊ തന്നെ സമ്മതിച്ചതല്ലേ? വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, പോകാം. ശരി അനു. ഇന്ന് കൽപ്പന വരില്ല. നിങ്ങളിന്ന് കണ്ടിരുന്നോ? എപ്പോ? 4:45 സാരി ഹൗസിൽ. അവളുടെ അമ്മയുണ്ടായിരുന്നു അപ്പം. എന്നിട്ട് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വരാനിരുന്നതാ. പക്ഷേ പെട്ടെന്ന് ആൻറ്റീൻ്റെ മനസ്സ് മാറിയത്. അതെന്താ? ഒരു ദോഷാകനം ഉണ്ടായി, ഒരു ചെറിയ ആക്സിഡന്റ്. എന്നിട്ട് അവൾക്ക്? അയ്യോ, അവക്കൊന്നും പറ്റിയില്ല. ആൻറ്റീൻ്റെ മനസ്സ് മാറി അവളെ കാറ് കയറ്റി കൊണ്ടുപോയി. ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കാര്യം, അനുരാധയ്ക്ക് കൂട്ടുകാരെ നന്നായി അറിയാവുന്നതുകൊണ്ട് ചോദിക്കുക. അതെന്താ, നിങ്ങൾക്ക് അവളെ നന്നായി അറിയില്ലേ? അതല്ല, പെൺകുട്ടികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വേറെ തരത്തിലാണ്. പ്രിയപ്പെട്ട ആണിനോട് പോലും പറയാത്ത കാര്യം നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യില്ലേ? എന്താ അറിയേണ്ടത്? അനുവിന് എന്തു തോന്നുന്നു? കൽപ്പനയുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ അങ്ങനെ? എന്തിനെ പറ്റി? അല്ല, എനിക്കെന്തോ, ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കുമോ? അത് ശാന്തനു എന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതല്ലേ? എനിക്കെന്തോ ഒരു സംശയം. പിടിച്ചു നിൽക്കാനുള്ള ശക്തി അവൾ കാണിക്കുമെന്ന്. ശാന്തനു, നിങ്ങളെക്കുറിച്ചല്ലാതെ കൽപ്പനയ്ക്ക് വേറെ ആരെയും പറ്റി ചിന്തിക്കാനാവില്ല. അവൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കും. റിയലി? യാ, റിയലി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കൽപ്പനയ്ക്ക് വേണ്ടി എന്തുപേക്ഷിക്കോ? പെൺകുട്ടികളെ പോലെ ആണുങ്ങൾക്കങ്ങനെ എല്ലാം ഉപേക്ഷിക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉപേക്ഷിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും. അവളുടെ അമ്മയും അച്ഛനും എതിർക്കുവാണെങ്കിൽ ഒടുക്കം അവൾ വീട് വിട്ട് തന്നെ പോരും. പക്ഷേ
അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ എല്ലാം നടക്കുവാണെങ്കിൽ പിന്നെ അതാ അതാ എൻ്റെ മനസ്സിൽ. ആ നാളെ വൈകിട്ട് 6 മണിക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. എവിടെ? ചേച്ചി, ചേച്ചിക്ക് ഒരു കത്തുണ്ട്. അല്ല ഈ കത്തെങ്ങനെ എൻ്റെ കയ്യിൽ വന്നത്? ആ പോസ്റ്റ്മാൻ ഇത് ലെറ്റർ ബോക്സിൽ ഇട്ടൂടെ? അതിന് ചേച്ചിയുടെ ലെറ്റർ ബോക്സ് എവിടെ? അയ്യോ അതെവിടെ പോയി? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെതും പോയി. ഇനി അടുത്ത വിനയനങ്ങളുടേതാവും. ഞാനിന്ന് രാവിലെ പോകുമ്പോ കണ്ടതാണല്ലോ. ഈ കത്തിനെ പൊട്ടിച്ചോ? ചേച്ചി എന്താ ഈ പറയണ? ചേച്ചി കത്ത് ഞാനെന്തിനാ? പോസ്റ്റിൽ ഇങ്ങനെ വരുന്നേ? അത് ആളോട് ചോദിച്ചാൽ മതി. നീ തന്നെ മുഴുവൻ വായിച്ചോ. എനിക്ക് ആ കത്ത് വേണ്ട. ചേച്ചി 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 എന്നോട് ഇങ്ങനെ കത്തെടുത്തോ. നീ എന്തോട് ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ? നിനക്ക് എന്താ ഇതിനെ കൊണ്ട് കിട്ടുന്നേ? ഞാൻ സത്യ പറഞ്ഞു, ഞാൻ കത്ത് പൊട്ടിച്ചിട്ടില്ല. ആദ്യമേ കവർ തുറന്നിരിക്കായിരുന്നു, പിന്നെ ഞാനാ പൊട്ടിച്ചേ. ചേച്ചി പിന്നെ എന്റെ കോളേജിലൊരു എനിക്ക് സമയമില്ല. ചേച്ചി എന്തേ റീമ ചേച്ചിക്ക് പ്രത്യേകിച്ച് വല്ലതും? ഏയ് ഒന്നുമില്ല, പതിവ് ചെക്കപ്പ്. ഇപ്പോഴെങ്ങനെയുണ്ട്? ബെറ്റർ ആണോ? 1.5 വർഷമായില്ലേ, അത്ര പെട്ടെന്നൊക്കെ. എന്താ മോളെ കറിയണേ? അമ്മ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കരച്ചില്. നട്ടെല്ലാണല്ലോ വേദന. ഡോക്ടർ കർശനമായി വിലക്കിയിരിക്കുക. ഞാൻ വേണമെങ്കിൽ മോളെ കുറച്ചു നേരം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഏയ് വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ. ഇന്നലെയും ഞാനൊക്കെ അനുവിനെ കണ്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ കുറച്ച് നേരത്തെ പോയി. കോളേജിലെ സ്റ്റുഡൻസിന് എക്സാം തുടങ്ങി. കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു. സന്ധ്യയായിട്ടും അച്ഛൻ ലൈറ്റ് ഇട്ടിട്ടില്ലേ? നീ വരുന്നത് നോക്കിയിരുന്ന് അറിയാതെ മയങ്ങിപ്പോയി. ചേട്ടൻ്റെയാ. ഞാൻ പൊട്ടിച്ചതല്ല. അതാ ചെറുക്കൻ അഞ്ചൻ്റെ പണിയാ. അവൻ ഈടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. അവൻ്റെ അമ്മയോട് പറഞ്ഞാലോ എന്ന് വിചാരിക്കുക. ഇവിടെ വേറെ പെൺകുട്ടികൾ ഉണ്ടായിട്ട് അവന് നിന്നോട് മാത്രം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഹരി ഈ വർഷവും വരുന്നില്ല. ഈ ബോംബെ എന്ന് വെച്ചാൽ വല്ല വിദേശത്തോ മറ്റാണോ? അവളുടെ ഉദ്ദേശമായിരിക്കും. വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഹാവിങ് എ സ്മൈൽലെസ്? അവളുടെ കസിന്റെ കല്യാണത്തിന് ഡൽഹിക്ക് പോവാന്ന്. അച്ഛനെ കാണാൻ വരണമെന്നില്ല അവൻ. അവൻ ഇവിടെ വന്ന് എന്റെ പെൻഷൻ ഫണ്ടിന്റെ പണവും ചേർത്ത് അന്ന് ആ ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ നിനക്ക് ഈ ടെമ്പററി വാദ്യാർ ഉദ്യോഗത്തിന് വേണ്ടി ഇങ്ങനെ ദിവസവും അലയേണ്ടി വരില്ലായിരുന്നു. ഇതെവിടെ പോന്നു? എന്തോ വല്ലാത്തൊരു ശബ്ദം കേട്ടു. ആ ജനാല കിടങ്ങിയതായിരിക്കും, കാറ്റടിക്കുന്നുണ്ട്. ഏത് ജനാല? ഹാളിന്റെ ഇടതുവശത്തുള്ള ജനാല. അത് ഞാൻ അടച്ചതാണല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാറ്റടിച്ചപ്പോ തുറന്നിട്ടുണ്ടാവും. എല്ലാറ്റിനും ഒരർത്ഥമുണ്ട്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ജനാല അടച്ചതാ. അത് തന്നെ തുറന്നതാണെങ്കിൽ അതൊരു ദുശകുന. ഞാൻ ഈടെ കാണുന്നത് ദുശകുനങ്ങളാ. എന്തോ അമംഗളങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നമുക്ക് ഗുരുജിയോടൊന്ന് വരാൻ പറഞ്ഞ് കത്തെഴുതിയാലോ? ശരി, ഇപ്പൊ കിടന്നുറങ്ങിക്കോളും. രാത്രി വൈകി കഴിച്ച് കിടന്നോണ്ടായിരിക്കും ചിലപ്പോൾ ഉറക്കം ശരിയാവാത്തത്. ഞാൻ പോയിട്ട് ആ ജനാല അടച്ചിട്ട് വരാം.
പിന്നെ അവള് ഭ്രാന്തമായി സ്നേഹിക്കുന്ന 2 പേരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ശാന്തനുവും കൽപ്പനയും. ആ സ്നേഹം സന്തോഷകരമായി തീരട്ടെ. പരസ്പരം കാണാതിരിക്കുമ്പോൾ ശാന്തനും കൽപ്പനയും എത്ര അസ്വസ്ഥരാവുന്നു. അതെ, അതാണ് സ്നേഹം. ഞാൻ അവരെ എന്നാലാവും വിധം സഹായിക്കും. എന്നെ ഏതെങ്കിലും ഒരു പുരുഷൻ എന്നോട് വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എനിക്കാവില്ലെന്ന് ഞാൻ പറയും. ഒരു ദയവുമില്ലാതെ അയാളെ ഞാൻ റിജക്റ്റ് ചെയ്യും. ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ വിചാരിച്ചു സ്ഥലം വിട്ട് കാണുമെന്ന്. ശരി, ഞാനെന്നാ സിനിമ കാണാൻ പോവാ. പൊടി, നീ ഒറ്റയ്ക്ക് സിനിമ കാണാനോ? പിന്നെ ഞാനും കൂടി ആന്റിയോട് കളവ് പറഞ്ഞു എന്ന് വരുത്താനോ? നിങ്ങൾ 2 പേരും എവിടേക്കാണെന്ന് വെച്ചാ പോയിക്കോളൂ. ഞാനെന്തിനാ സിനിമ മിസ് ചെയ്യണേ? ആ പിന്നെ 6:30 ആവുമ്പോഴേക്കും മടങ്ങി വന്നേക്കണം. ഇത് ശരിയല്ല. പെൺകുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്ക് സിനിമ കാണുന്നത് ശരിയല്ലേ? വരുന്നേ. ഓ ചുമ്മാ വെറുതെ ഓരോന്ന് പറയാൻ. അങ്ങനെയല്ലടി, നീ കൂടെ വാ ഞങ്ങളുടെ കൂടെ. പ്ലീസ്, അനുവിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ വയ്യാത്തൊന്നും ഞങ്ങളുടെ ഇടയിലില്ല. നോ നോ, 2 is company, 3 is crowd. ക്രൗഡ് കൂട്ടാൻ എന്തായാലും ഞാനില്ല. ഞാൻ ആ സിനിമ പോയി കണ്ടിട്ട് നിന്നോട് കഥ പറയാം. ആരെങ്കിലും ചോദിച്ചാലോ? ഒന്ന് പോടി, സിനിമയുടെ കഥയൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്നും നിനക്ക് വരാൻ പറ്റില്ല. ഇന്നൊരു ദുശകനം ഉണ്ടായി. ഞങ്ങളുടെ കാറ് പിന്നിലേക്ക് എടുത്തപ്പോ ടയറ് തട്ടിയൊരു പൂച്ച ചത്തു. പാവം കൊച്ചു പൂച്ചയായിരുന്നു. അതിന്റെ കണ്ണ് പോലെ ശരിക്കും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരാണാവോ അതിനവിടെ റോഡിൽ കൊണ്ടിട്ടത് മരിക്കാൻ വേണ്ടി. ശകുനം, നീയും എന്റെ അമ്മയെ പോലെ ഒരു അന്ധവിശ്വാസവും ഉണ്ട്. തർക്കിക്കണ്ട. ദിവംഗതയായ പൂച്ചക്കുട്ടിക്ക് വേണ്ടി 10 സെക്കൻഡ് നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. അമ്മ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യാ? അമ്മയോട് വഴക്കൊന്നും ഇടാൻ നിൽക്കാതെ, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഞാൻ ഓടി വരുന്നത്. ഓടി എവിടെ പോകും? ഇതാണ് പറയുന്നത് രജിസ്റ്റർ ചെയ്യണമെന്ന്. രജിസ്റ്റർ ചെയ്താലേ എന്ത് ദോഷം അല്ലേ? എൻ്റെ അതെ
എന്നാ പിന്നെ ഇന്ന് തന്നെ എന്റെ കൂടെ അയ്യോ ഇന്ന് വേണ്ട. ഇന്നിവിടെ എന്റെ കൂടെ വീട്ടിൽ നിന്ന് വിട്ടത്. കാണാതെയായി പോലീസ് എന്നെ അന്വേഷിക്കും. ഇവൾക്ക് 22 വയസ്സായി. പോലീസ് എന്തായാലും കാര്യം 22 അല്ല 23. രജിസ്റ്റർ ചെയ്യാനല്ല, എല്ലാവരുടെയും മനസ്സ് മാറ്റാനാണ് നമ്മൾ നോക്കേണ്ടത്. രജിസ്റ്റർ ചെയ്യാത്തിടത്തോളം കാലം ആരും നമ്മൾ അംഗീകരിക്കില്ല. രജിസ്റ്റർ ചെയ്തു 2-3 മാസം കഴിഞ്ഞ് എല്ലാവരും നമ്മൾ സ്വീകരിച്ചോളും. എന്റെ വീട്ടിലേതല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല. അമ്മ ചിലപ്പോ മനസ്സിലാക്കിയേക്കും, പക്ഷെ അച്ഛൻ ഒരിക്കലും. പിന്നെ നിന്റെ ചിറ്റപ്പന്റെ കാൻഡിഡേറ്റ് ആര്? ആ ബാങ്കിൽ മാനേജറില്ലേ നിന്നെ കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. പേടിക്കണ്ട, അതൊക്കെ എന്നെ ഇഷ്ടായില്ല. ചുമ്മാ വേല ഇറക്കല്ലേ. അയാളെന്താ കണ്ണു കൊണ്ടണ നിന്നെ കണ്ടില്ലേ? ഞാനറിയാതെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണണം. എനിവേ ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ചിറ്റപ്പം വലിയ സ്ത്രീധനൊക്കെ ഓഫർ ചെയ്തതാ, പക്ഷെ വലയിൽ അയാൾ വീണില്ല. ചിലപ്പോ അയാള് വേറെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തെ? എന്തോ ഒരു പെടച്ചലായിരുന്നു കാണാൻ കഴിയാത്തപ്പോ. ഞാൻ കാരണം ഒന്നും മിണ്ടാതിരിക്കുക? ഇല്ലില്ല, അതല്ല. കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. പക്ഷേ എന്ത് പറഞ്ഞു തുടങ്ങുന്നുള്ളൊരു അത്രേ ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് ആയിക്കോട്ടെ. അങ്ങനെ സത്യം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ പറയാൻ. കൽപ്പന എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൽപ്പനയ്ക്ക് അങ്ങനെ തന്നെയാണെങ്കിൽ ഇനിയും ഒരു എങ്കിലും എന്തിനാ? അതല്ല, എൻ്റെ ഭാഗത്ത് എതിർക്കാനായിട്ട് ആരുമില്ല. എനിക്ക് സാക്രിഫൈസ് ചെയ്യാൻ ഒന്നുമില്ല. പക്ഷേ കൽപ്പനയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും എന്തെങ്കിലും സമ്മതിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് എടുത്ത് ചാടി നിങ്ങളൊരു തീരുമാനമൊന്നും എടുക്കണ്ട. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. ഞാൻ എത്രയോ നേരത്തെ അവള് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ, പിന്നെന്താ? ദേഷ്യം കുറച്ച് പെട്ടെന്ന് വരും എന്നൊറ്റ കുഴപ്പമില്ല ഇവൾക്ക്, പക്ഷെ നല്ലവളാ. കൽപ്പന എന്റെ കൈ തന്നു. ഞാൻ ഇവളെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു തരത്തിലും ഇനി നിങ്ങൾ ഇവളെ വിഷമിപ്പിക്കരുത്. ആജീവനാന്തം അവളുടെ അടിമയായി കഴിഞ്ഞോളാം. ഓക്കെ, കന്യാദാനം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം. നീ എവിടെ പോവാ? ക്യാരി ഓൺ. അവക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ മടി കാണും. നിന്റെ കാല് എത്ര സോഫ്റ്റാ, എന്ത് ക്യൂട്ടാ. പെൺകുട്ടികളുടെ കാലുകളൊക്കെ ഇങ്ങനെയാ. ഒരിക്കലും അല്ലേ. നോക്കി, ഒരല്പം പോലും പൊടിയോ അഴുക്കോ ഒന്നുമില്ല. ഈ കാല് വെച്ചല്ലേ നീ നടക്കാറ്? അല്ല. നിന്റെ ഇടത് കാലില് ഈ ചെറുവരില് പതുക്കെ ഒന്ന് മുറിച്ചെടുത്താലോ നല്ല. എന്തിനാ വരല് മുറിക്കുന്നേ? അറിയില്ലേ, വെറുതെ ഞാൻ തോന്നിപ്പോവാ. പെൺകുട്ടികളുടെ ഇടതുകാലിന് എന്ത് പ്രത്യേകത ഉണ്ടാവുമോ? കാളിദാസന്റെ ശകുന്തള അശോകവൃക്ഷത്തിൽ ഇടതുകാലം വെച്ച് തൊട്ടപ്പോ അതിൽ പൂക്കൾ വിരിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. സാഹിത്യം പഠിച്ചതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ടല്ലോ. നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? എനിക്കറിയാമുണ്ടെന്ന്, പക്ഷേ എനിക്കെന്തോ മനസ്സിൽ ഇടയ്ക്കെന്തോ ഒരു ഭയം തോന്നുന്നു. നിന്റെ വീട്ടിൽ സമ്മതിക്കാതിരുന്ന എല്ലാം ഉപേക്ഷിച്ച് വരൂ. എല്ലാം ഉപേക്ഷിച്ച് കുറേ ദിവസം ഞാൻ കരഞ്ഞെന്നിരിക്കും.
പക്ഷേ എന്ന് വിളിച്ചാലും ഞാൻ വരും. ആർക്കും എന്നെ തടയാനാവില്ല. എന്താ ഒറ്റയ്ക്ക് വരുന്നോ? ഇത്തിരി ഏലക്കായ എടുത്തു തരും. പിന്നെ വായിക്ക രുചി തോന്നുന്നു. വായക്ക രുചി തോന്നുന്നുണ്ടെങ്കിൽ പോയി വായ കഴുകൂച്ചാ. ചെല്ലേ. ഇന്നലെ ഓഫീസിൽ പോകുന്ന നേരത്ത് നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെ പോയിരുന്നു? ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. നിന്റെ ചിറ്റപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു എന്ന് നോക്ക്. എൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു. ചേട്ടനെന്താ റെഡിയാ? മിന്നു, നീ വരുന്നുണ്ടല്ലോ അല്ലേ ശോഭനയുടെ പ്രോഗ്രാമിന്? മായാരാവൺ എവിടെ ചേച്ചിട്ടെ? ഫൈൻ ആർട്സില് ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫി എന്നാ പറയുന്ന. ഓഫീസിലെ സഞ്ജയ പാസ് കൊടുത്തയച്ചത്. സഞ്ജയ് ഷെണോയ്. നീ വരില്ലേ? ഞാൻ വന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. നീ എന്താ പിന്നെ നാൾക്ക് നാളിങ്ങനെ മെലിഞ്ഞു വരുന്നത്? ഞാനെന്താ കഴിഞ്ഞു വന്ന? ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാ. സ്ലിം ആകുക എന്നുള്ള ഫാഷനാണല്ലോ. നീ നിന്റെ ചിട്ടയെ നോക്ക്. എന്റെ 2 ഇരട്ടിയില്ലേ? അല്ല 3 ഇരട്ടി. ഗുരുജിയോട് വരാൻ പറഞ്ഞ് കത്തെഴുതിയിരുന്നു. മറുപടിയും വന്നു. അടുത്ത ശനിയാഴ്ച വരുന്നുണ്ടെന്ന്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാ സമാധാനം മനസ്സിന്. ഒരു തവണ ഏട്ടനാ ചെക്കനുമായി ഒന്ന് സംസാരിക്കാമോ? ഏത് ചെക്കൻ? ഞങ്ങളുടെ ഓഫീസിലെ പുതിയ ബിസിനസ് ഹെഡ് സഞ്ജയ്. സുജാത ആളെ കണ്ടു, ഇഷ്ടമായി. ക്വാളിഫൈഡ് ആണ്. 7 വർഷം വിദേശത്തായിരുന്നു. ബ്രൈറ്റ് യങ് മാൻ. ഫാമിലിയൊക്കെ കൊള്ളാം. താൻ സംസാരിച്ചാൽ മതിയല്ലോ. മിന്നു ഒരു തവണ കണ്ടാ മതി, ഇഷ്ടപ്പെടും. പക്ഷേ മിന്നു അതിനെ സമ്മതിക്കുമോന്ന എനിക്ക്. വൈ നോട്ട്? ഞാൻ പറഞ്ഞാൽ അവള് സമ്മതിക്കും. പക്ഷേ സുജാത പറയുന്നത് മിന്നു മറ്റേ ആ പയ്യനെ, ആ ലെക്ചറെ, അവൻ ബ്രാഹ്മണനല്ല. അത് മാത്രമല്ല കാര്യം, അയാള് മിന്നുവിനെ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളതാ. സ്വന്തം സ്റ്റുഡന്റിനെ അത്തരത്തിൽ കാണുന്ന ഒരാളെ എനിക്ക് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. എന്നാ ഈ സഞ്ജയനെ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കട്ടെ. അയാള് വിദേശത്തൊക്കെ പഠിച്ചതുകൊണ്ട് രീതികളൊക്കെ ഡിഫറെന്റ് ആണ്. ഈ ഫോമലായിട്ടുള്ള പെണ്ണ് കാണുന്നൊന്നും അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അതെന്താ വേണ്ടതെന്ന് വെച്ച് ആലോചിച്ച് തീരുമാനിച്ചോളൂ. ഓ, ശരി, ഓക്കെ.
ആരാത്? അകത്തേക്ക് വാലടച്ചിട്ടില്ല. എന്താ ഇപ്പോ? എന്താ കാര്യം? വെറുതെ പോന്നു. ഇന്ന് മുതൽ ഞാൻ ഇവിടെ താമസിക്കാൻ പോവാം. എന്തുണ്ടായത് പറ. ഒന്നും ഉണ്ടായില്ല, വെറുതെ പോന്നു. ഇത്ര നേരത്തെയോ? എന്റെ വരാൻ പാടില്ലേ? എന്നാ ഞാൻ പോന്നു. നിക്ക് വരാൻ പാടില്ലെന്നല്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഇങ്ങനെ നേരിട്ടുണ്ട എങ്ങനെ വിശ്വസിക്കുക? നോക്കട്ടെ സ്വപ്നാണോന്ന്. സംശയം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കാം. തൊട്ട് നോക്ക്. വിശ്വാസം വന്നോ? അതെ മറിയാം, ചേച്ചി ഇപ്പൊ ഒരു മുറി തൂക്കാൻ. അവർക്ക് എന്തോ തോന്നുന്നു. അല്ല, അവര് വിചാരിക്കും ഈ രാത്രി മുഴുവൻ ഇവിടെ ആയിരുന്നു എന്ന്. വിചാരിച്ചോട്ടെ. എന്തിനു മനുഷ്യനെ കൊണ്ട് വെറുതെ ദോഷം പറയിപ്പിക്കാനായിട്ട്. എന്ത് പേര് ദോഷം? നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. നമുക്കും നമ്മുടേതായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. സത്യം പറ, നീ ഇറങ്ങി വന്നൊന്നല്ലല്ലോ. ആണെങ്കിൽ ഉത്തരവാദിത്തം എന്റെ അല്ലേ? വീട്ടുകാരൊക്കെ ഇപ്പൊ അന്വേഷിക്കില്ലേ? അന്വേഷിച്ചോട്ടെ, അതിലൊരു രസമില്ലേ? അച്ഛനും അമ്മയും ചിറ്റപ്പനൊക്കെ എന്നെ അന്വേഷിച്ച് നടക്കാം, പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലും ഒക്കെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ഞാൻ തിരിച്ചു പോകും. ഇടയ്ക്ക് അങ്ങനെ ഒരു ഡോസ് കൊടുക്കണം നല്ലതല്ലേ? അവരറിയട്ടെ എനിക്ക് എൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന്. എണ്ണയ്ക്ക് ഞങ്ങൾ ചായ ഇട്ട് തരാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അനുരാധേ? അവളാണ് ഇവിടെ വിട്ടിട്ട് പോയത്. അവക്ക് ഇന്ന് 2 ക്ലാസ്സേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ വരും. ചായ ഉണ്ടാക്കട്ടെ. ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇല്ലല്ലോ, അവിടെ പോയിരിക്കും, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. താങ്ക് യു. ഈ കേർട്ടൻസ് ഒക്കെ എന്ത് ബോറാണ്. ഞാനിതൊക്കെ ദൂരെ കളയാൻ പോവാ. നമുക്ക് കുറച്ച് പുതിയ സെറ്റ് കേർട്ടൻസ് വാങ്ങിക്കണം. ഈ ചോറിലെ കളേഴ്സ് മാറ്റണം. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാ നല്ലത്. അതിന് ഇതെന്റെ സ്വന്തം വീടല്ല. എന്നാലെന്താ, ഓണറോട് പറയണം. അതെ, നീ വാടക വീട്ടിൽ താമസിക്കാത്തോണ്ടാ. വാടക വീടിനെ അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല. വാടക വീടിനോടാണ് കൂടുതൽ സ്നേഹിക്കാൻ. ശരി, എന്നാ നിന്റെ ഇഷ്ടം പോലെ നമുക്കൊരു ഫ്ലാറ്റ് വാടക എടുക്കാം. എന്തായാലും ഈ വീട്ടിൽ താമസിക്കണ്ട. ഗുഡ് ഐഡിയ. ഞായറാഴ്ചത്തെ പേപ്പർ അവിടെ ടുലറ്റ് പരസ്യങ്ങൾ കാണും. അതെ, അതൊന്നിനെ ഇപ്പൊ നോക്കുന്നേ. പിന്നെ കിളവിയേട്ടനെ കെട്ടാനാ പ്ലാൻ? ഓ, എന്നാ വേണ്ട. ദേ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. ആരത്? ആരുമില്ല. ശരി, ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ സോപ്പ് വയ്ക്കാനാ? ഞാൻ ചോദിച്ചാലോ.
വരൂ വരൂ, ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അനുരാധ വരുമ്പോ ഇനിയും ഒരു ചായ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കരുത് അല്ലേ കൽപ്പന? നീ 9:30 വരുന്നല്ല പറഞ്ഞ, പിന്നെന്താ വൈകി? എന്തായാലും ഇപ്പൊ എത്തിയല്ലോ, വാ പോ. നിക്കൂ, വന്നല്ലുള്ളൂ, ഇരിക്കൂ. കൽപ്പന കുറച്ചുകൂടി കഴിഞ്ഞാൽ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. ഓഹോ, അത് ശരി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, ഇരിക്കൂട്ടോ. നീ വാ, എനിക്ക് പോണം. അനുരാധയ്ക്ക് തിരക്കുണ്ടെങ്കിൽ ഇല്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് പെട്ടെന്ന് പോണം. അത് ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വരാം, ഇരിക്കുന്നേ. പെൻഷൻ ഓഫീസ് കൊണ്ടുപോകാനുള്ളതായിരുന്നു. ഞാൻ വരാം നിന്റെ കൂടെ, എനിക്കൊരു ചായ ഇട്ട് തരാം. എനിക്ക് ഈ ഫ്ലാറ്റ് ഇഷ്ടമേ ഇല്ല. ആദ്യം നല്ലൊരു ഫ്ലാറ്റ് തേടി പിടിക്കണം. നാളെ തന്നെ, അതാ നാളത്തെ എന്റെ പണി. എന്താ മുഖം ഒരു വാടിയതുപോലെ, ഒരു ക്ഷീണം? അന്ന് കണ്ടതിലും ഒന്നുമില്ല. എന്തോ കാണുമ്പോ വല്ലാതെ തോന്നുന്നു. പനിയായിരുന്നോ? ആ, മിനിങ്ങാന്ന് പറയാ, ഇന്നലെ കുളിച്ചത്. പനിയോ? എന്നിട്ട് അക്കാര്യം പറഞ്ഞില്ലല്ലോ. നോക്കട്ടെ, ചൂടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചെറിയ ജലദോഷം വന്നാ. കുഴപ്പമില്ല, മിനിങ്ങാന്നല്ലേ. ഡോക്ടറെ കാണിച്ചു? പിന്നെ ഒന്നുമില്ല. എന്തിനാ പോണ? ഞാൻ നാളെ വരാം. എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹമില്ലാനോ. എന്തിനാ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട്? ഈ മനുഷ്യന് ഞാൻ ഒരു സമാധാനം കൊടുത്തിട്ടില്ല. എല്ലാം ശരിയാവും ചേച്ചി, ഇതൊക്കെ മാറും. നട്ടലിൻ്റെ കുഴപ്പം മാറില്ലെന്ന് എനിക്കറിയാം. നന്ദി പറഞ്ഞ സാധിച്ചാൽ മതിയായിരുന്നു. ഒരു കുപ്പി വിഷം വാങ്ങി തരുമോ നീ എനിക്ക്? ചേച്ചി, വിഷം എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ വാങ്ങി കഴിച്ചേനെ കുറച്ച്. നിനക്കെന്തിനാ വിഷം? അതൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ എനിക്കും വിഷം കഴിക്കാൻ തോന്നും. രണ്ടു ദിവസമായി കണ്ടില്ല. ഞാൻ ഇന്നലെയും വന്നിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ കണ്ടില്ല, പക്ഷെ അനു വന്നു പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ അനു, ഒരു മിനിറ്റ്. ഇന്നലെ വാങ്ങിച്ചതാ, ഇഷ്ടമായോ? ഇന്റിമേറ്റ്. ഇത് നല്ല പെർഫ്യൂം അല്ലേ? ഇമ്പോർട്ടഡാ. ഞാനിത് അനുവിന് വേണ്ടി വാങ്ങിച്ചതാ. എനിക്കോ? എനിക്കെന്തിനാ? ഇത് ചേച്ചിക്ക് കൊടുത്തേക്കോ, സന്തോഷാവും. അവക്കും ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. എന്നാ രണ്ടും ചേച്ചിക്ക് കൊടുത്തേക്കോ. ബട്ട് വൈ? ഞാൻ പെർഫ്യൂംസ് ഉപയോഗിക്കാറില്ല. ഞാൻ ഇത് അനുവിന് തരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്രയും വിലയുള്ള സാധനം. അതുമല്ല, ഞാൻ പെർഫ്യൂംസ് ഒന്നും. ഇത് അനുവിന് നന്നായിട്ട് ചേരും. ഫോർ യുവർ സ്റ്റൈൽ ആൻഡ് ഫോർ യുവർ. വേണ്ട, എനിക്ക് വേണ്ട. അവിടെ ആ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഹലോ, ഹായ്. എവിടെ പോകുന്ന ചേച്ചി? താമരശ്ശേരി വരെ. എൻ്റെ ഒരു ചെറിയ വേണ്ട അവിടെ. ഒരു ഓട്ടോ ഒക്കെ എടുത്ത് പോയിക്കൂടെ? കോളേജിൽ നല്ല ശമ്പളമൊക്കെ ഉള്ളതല്ലേ? അഞ്ചനെങ്കോട്ടേക്കാ? ഞാൻ ചുമ്മാ കാറ്റ് കൊള്ളാനായിട്ട്. കോളേജിന്റെ അവിടെ ഭയങ്കര ബഹളം, ഏതോ സമരത്തിന്റെ തുടർച്ചയാ. ചേച്ചിയുടെ കൂടെ വേണമെങ്കിൽ ഞാനും വരാം. എന്തിന്? നീ വെറുതെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതല്ലേ? ചേച്ചി പിണങ്ങല്ലേ? ഞാൻ കൂടെ വന്നാൽ എന്താ?
അഞ്ജൻ, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ആരുമില്ലേ? ഐ മീൻ എന്റെ പ്രായത്തിലുള്ള പയ്യന്മാർ പൊതുവേ. അതിന് ചേച്ചിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഉണ്ടേ ഉണ്ടേ, എനിക്കറിഞ്ഞൂടെ ചേച്ചിക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ലെന്ന്. നീ ജോലിക്ക് വല്ലതും ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, വെറുതെ എനർജി കളയാന്ന് മാത്രം. പിന്നെ വെറുതെ ഇരുന്ന ജോലി കിട്ടുമോ? കുറെ പേരെ കൊന്നാ മാത്രമേ വേക്കൻസി ഉണ്ടാവും. പക്ഷെ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും. വെറുതെ എന്റെ കൂടെ പഠിച്ച എത്രയോ പേർക്ക് ജോലിയൊന്നും ഇല്ലാതെ. എന്ത് വെറുതെ? പിന്നെ പെൺകുട്ടികൾക്ക് എന്തിനാ? വെറുതെ റെസ്റ്റിനല്ലേ ജോലി. അത് കൊള്ളാം. ഞാനെന്താ റെസ്റ്റിന് വേണ്ടി ജോലി എടുക്കുന്നതെന്നാ നിന്റെ വിചാരം? ചേച്ചിയുടെ അച്ഛന് ഇപ്പോഴും പെൻഷൻ കിട്ടണുണ്ടല്ലോ. ഹലോ, കണ്ടിട്ട് കുറച്ച് ദിവസമായി. ആ 5 ദിവസമായി. അന്നത്തെ രാവിലത്തെ അഡ്വഞ്ചറിന് അന്ന് അവസാനമായി കണ്ടത്. ഞാൻ ഫ്ലാറ്റ് അന്വേഷിക്കുന്നുണ്ട്. ഒരെണ്ണം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ആഴ്ച അറിയാം. അപ്പോൾ എല്ലാം പ്രിപ്പയർഡ് ആയി അല്ലേ? ഇനിയിപ്പോ വധുവിനെ കിട്ടിയില്ലെങ്കിലോ? കൽപ്പനയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തുണ്ടായാലും അവൾ വരും, ഐ ആം ഷുവർ. തൽക്കാലം അവളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുക. അവൾ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അവളില്ലാത്തതുകൊണ്ടൊരു മൂഡില്ല. വരുന്നോ? ഒരു ചായ കുടിക്കാം. അപ്പോ തേനിന് പകരം അല്പ ശർക്കര അല്ലേ? എന്തൊക്കെയാ പറഞ്ഞ? നിങ്ങളൊന്ന്, കൽപ്പന വേറൊന്ന്. എന്താ നിങ്ങളായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് പാടില്ല? അനുവിനെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആർക്കും പിടികിട്ടാത്ത ഒരു രഹസ്യമാണ് നിങ്ങൾ. എന്ത് രഹസ്യം? അനുവിന് അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ, ധാരാളം. അതല്ല, ഐ മീൻ അനുവിന് ഇതുവരെ ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഇല്ല. എന്താ? അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാ. സത്യം പറയും, ആരും കിട്ടാത്തതാണോ അതോ അനുവിന് ആരോട് ഇഷ്ടം തോന്നാത്തതാണോ? അറിയില്ല. ഓക്കെ, സിൻസിയറായിട്ട് ഒരാൾ വന്ന് അനുവിനെ ഇഷ്ടമാണെന്ന് അനുവിനോട് പറഞ്ഞാൽ എന്ത് പറയും? എന്നുവെച്ചാ ശാന്തനു കൽപ്പനയോട് പറഞ്ഞതുപോലെ. പക്ഷേ എന്നേക്കാൾ എത്രയോ നല്ലൊരാൾ. ശാന്തനു എന്താ എന്നെ കല്യാണം നടത്തി തരാൻ പോകുന്നുണ്ടോ? ഉത്തരം പറ, എന്ത് പറയും? എന്താ ഇപ്പൊ ചോദിക്കാൻ? വെറുതെ അറിഞ്ഞേക്കാൻ വേണ്ടി. വയ്യ എന്ന് ഞാൻ പറയാം. അഹംഭാവിയാണല്ലേ? അതെ, ഇതാണ് എൻ്റെ അഹംഭാവം. ആരോടെങ്കിലും വയ്യ എന്ന് പറയാൻ കാത്തിരിക്കാൻ ഞാൻ. പക്ഷേ അങ്ങനെ ഒരാളിൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ശാന്തനവും കൽപ്പനയാണ് ഈ ലോകത്തിലെ അവസാനത്തെ കാമുകന്മാർ. നിങ്ങളിൽ 2 പേരിൽ മാത്രമേ ഞാൻ യഥാർത്ഥ സ്നേഹം കണ്ടിട്ടുള്ളൂ. നിങ്ങളെപ്പോലെ ലോകത്ത് ഒരു പക്ഷേ ആരും മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടാവില്ല. എനിക്ക് സ്നേഹത്തിൽ വിശ്വാസമില്ല. ലോകത്തിലെ
അവസാനത്തെ കാമുകനാണെന്ന് വിചാരിക്കുന്നതിൽ ഒരു സുഖമുണ്ട്. പക്ഷേ അനു പറഞ്ഞ തെറ്റാ. സ്നേഹം അവസാനിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും മനുഷ്യനിൽ സ്നേഹത്തിന് അസ്വസ്ഥനാണ്. പക്ഷെ മിക്കപ്പോഴും യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റാറുണ്ടെന്ന് മാത്രം. ചായ കുടിച്ചില്ല. നിങ്ങളൊക്കെ എങ്ങനെയാ ചൂടത്ത്? അടുത്ത പ്ലെയിൻ തന്നെ അംഗ്ലിലേക്ക് കയറി പോയാലോ എന്നാലോചിക്കാം. അമ്മ, ഇത് ഈ ഇറച്ചിയിൽ ഇത്രയും മസാല ഇട്ടാലേ അതിന്റെ സ്വാദം ഇഷ്ടപ്പെടും. അതൊക്കെ സായിപ്പ് മീറ്റ് ഉണ്ടാക്കുന്ന കാണണം. മീറ്റിന്റെ ഒറിജിനൽ ക്വാളിറ്റി പോലെ. ബാലുവിന് മനസ്സിലായോ? അനുവിനെ തൃശ്ശൂരെ ചെറമട മകളാ. അനൂപിന്റെ അനിയത്തി. ഓർമ്മയുണ്ടോ? എങ്ങനെ ഓർക്കാനാ? 15-16 വയസ്സിൽ നീ പോയില്ലേ സീമക്ക്? അവളാണ് അത്. നീ വളർന്നു പോയല്ലോടി. നിന്നെ ആദ്യം കാണുന്നത് എത്ര ഉണ്ടായിരുന്നുള്ളൂ. കുടുതുന്നില്ലാതെ ഓടി നടന്നവളായിരുന്നു. നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? ഓ പിന്നെ 8-9 വയസ്സായിരുന്നു അന്നാ അവൾക്ക്. തുണി ഇല്ലാണ്ട് നടക്കുകയായിരുന്നു. ഒരു ഭ്രാന്ത്. നിനക്ക് എത്ര വയസ്സായി? I thought you must be just 15-16. നീ ഏത് ഇയറാ പഠിക്കുന്നേ? BA ഫസ്റ്റ് ഇയർ. ഇവിടുത്തെ കോളേജിലാ. 10 മിനിറ്റ് മതി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ. നിനക്ക് നീ നന്നായിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കണം. നല്ലതുപോലെ വല്ലതും കഴിക്കുന്നേ. അന്ന് കണ്ടതുപോലെ തന്നെ ഇപ്പോഴും മുടങ്ങി മെലിഞ്ഞു. Come on, eat. Yeah. Come on, man. Have some chicken. Eat. Come on. Yeah.
ഡേ നീ എന്തിനാ ചായ കൊണ്ടുവന്ന്? ഇവിടെ മറ്റാരുമില്ലേ? ചിറ്റ എന്നോടാ പറഞ്ഞത്. ഓ ഓ ഓ, അമ്മ പറഞ്ഞോ? നിന്റെ ചിറ്റ എന്തിനാ നിന്നെ ഇങ്ങോട്ട് അയച്ചതെന്നറിയാം? ഒരുപക്ഷെ നിന്നെ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടാണ്. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയണ്ട. നിനക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വിചാരിച്ച നിന്നെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും. വേണ്ട, എനിക്ക് പോണ്ട. നീ എന്താ വിചാരിച്ച ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാങ്ങ? മാൻ, കൊച്ചു പെണ്ണ്, പ്രായം 15 കഴിഞ്ഞില്ല, അതിനു മുമ്പേ കല്യാണം. ഗുഡ് വൺ. ഒന്ന് വന്നേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു ആവശ്യത്തിന് പുറത്തു പോവാ. നോ വേ, ഒന്നിനും പോണ്ട. എന്റെ അടുത്ത് വന്ന് കുറച്ചു നേരം ഇരിക്കുക. സത്യമായിട്ട് എനിക്ക് പോണ്ട ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ. അമ്മ എവിടെ? ചിറ്റ ഉറങ്ങാ. വെള്ളം ഉണ്ടോ? നല്ല തണുത്ത വെള്ളം ഒരു ഗ്ലാസ് കൊണ്ടുവരും പ്ലീസ്. എനിക്ക് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കുറേ വെള്ളം കുടിക്കേണ്ടി വരുന്നത്. അരമണിക്കൂർ കഴിയുമ്പം വീണ്ടും ദാഹിക്കും. അപ്പം ആരാ തരിക? ഞാനൊരു ജഗ് വെള്ളം മുഴുവൻ ഇവിടെ വെക്കാം. വേണ്ട വേണ്ട, നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കുക. കമാൺ. രാവിലെ മുഴുവൻ കിടന്നുറങ്ങിയത് കൊണ്ട് ഉറക്കം വരുന്നില്ല. കുറച്ചു നേരം എന്തോ സംസാരിക്കും. നിന്റെ പേരെന്താടി? ഞാൻ കൂടെ കൂടെ മറന്നു പോവാ. അനുരാധ. ആ പേരിന്റെ അർത്ഥം എന്താ? എനിവേ, നിനക്കത് യോജിക്കുന്നേ ഇല്ല. ഇറ്റ്സ് ടു സിമ്പിൾ എ നെയിം. വളരെ സിമ്പിളാ. ഞാൻ അങ്ങനെയൊന്നുമല്ല. നീ ശരിക്കൊരു സുന്ദരിയാണ്. ആരെങ്കിലും നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മൂക്കിൻ്റെ അറ്റം കുറച്ച് ഉയർന്നായിരിക്കുന്നത്. അത് നിന്റെ മുഖത്തിനെ വളരെ ഇൻറ്റൻസ് ആക്കുന്നുണ്ട്. യു നോ സംതിങ്, വളരെ കുറച്ച് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവും. മദാമ പെൺകുട്ടികൾ നിന്നെ കണ്ട അസൂയ തോന്നും. They'll feel really jealous. അയ്യോ ജോലൻ, എന്തുപറ്റി? ബൈ. ഞാൻ പോവാ. എന്റെ കൂടെ ഇരിക്കുന്നതിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാ മാറിയിരിക്കുന്നത്? നിന്നെ നന്നായി സ്നേഹിക്കാൻ തോന്നുന്നു എനിക്ക്. ബാ, മിണ്ടാതിരുന്നോളാം, അനങ്ങിപ്പോരുത്. ഇനി പറ. എന്ത് പറയാനാ? ശരി, നീ ഒന്നും പറയണ്ട.
മിണ്ടാതെ ഇരുന്നാൽ മതി. ഞാൻ നിന്നെ സ്നേഹിക്കാം. എന്ത് നല്ല മണം. യു നോ സംതിങ്, മലയാളി പെൺകുട്ടികൾക്ക് ഈ മണമുള്ളൂ. ഈ മഴ പെയ്ത ശേഷം തുളസി ചെടി എന്നൊക്കെ വരുന്ന പോലത്തെ ഒരു മണം. ഈ മദാമ്മയുടെ ശരീരത്തിന് ഒരു വല്ലാത്ത മണം, ഒരു പൂച്ചയുടെ ശരീരത്തിൻ്റെ മണം. ഞാനൊരു ചീത്തയാളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചീത്തയാ? നീ പറ. നീ എന്തൊന്നും പറയാത്തത്? ഞാൻ നാളെ ഉച്ചയ്ക്ക് ഡൽഹിക്ക് പോവാ. അതാ പോയി പറ്റൂ. ഐ ഹാവ് ടു ഗോ. മറ്റന്നാൾ ഇംഗ്ലണ്ടിലേക്ക് 2-3 മാസം കഴിയുമ്പോൾ ഞാൻ വരും. എനിക്ക് തന്നെ വേണം. നീ എൻ്റെ കൂടെ വരില്ലേ? പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്താം. എന്തുകൊണ്ടാ അറിയോ? 2-3 മാസം കഴിയുമ്പോൾ ഞാൻ നിന്റെ അച്ഛനോട് പറയാം. ഞാൻ എഴുതാം, നീ മറുപടി അയക്കൂ. എന്തിനാണ് നാണിച്ചിരിക്കുന്നത്? നീ പറ, നീ മറുപടി അയക്കൂ. എനിക്ക് തന്നെ വേണം, പ്ലീസ്. മറ്റൊരുത്തും നിന്നെ തൊടാൻ ഞാൻ വിടില്ല. എനിക്ക് നീ മറുപടി അയക്കൂ, പ്ലീസ്.
ബാലുവിന് ഇംഗ്ലണ്ടിലെ ജോലി മടുത്തു. അയാൾ ജർമ്മനിക്ക് പോകാൻ ശ്രമിക്കണമെന്ന്. പിന്നെന്താ, ഒരു ഒഴുക്കം മട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയണം. ഇതൊക്കെ തന്നെയുള്ളൂ അയാളുടെ എഴുത്തില്. ബാലുവിന്റെ എഴുത്തുണ്ട്. അതോ ചിത്ര വിളിക്ക, ബാലുവിന്റെ എഴുത്ത് വന്നിട്ടെന്ന് പറയേ. കിഡ്നിക്ക് വീണ്ടും പ്രോബ്ലം വന്ന് 2 ദിവസം ആസ്പത്രിയിൽ കിടന്നു. നമ്മളെ ബാലുവേ അതെങ്ങനെയാ എപ്പോഴും വെള്ളം കുടിക്കാൻ പറഞ്ഞ ആ പ്രാന്തം ചെക്കൻ കേക്കണ്ടേ? എന്നെ ഒരിക്കലും അയാൾ സ്നേഹിച്ചിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വെറും കൊതി മാത്രമായിരുന്നു. എ ബ്രീഫ് അഫെയർ. അതിനപ്പുറം ഒന്നുമില്ല. അയാൾ ആരെയും സ്നേഹിച്ചില്ല. സ്നേഹത്തിൽ അയാൾ വിശ്വസിച്ചില്ല. കഥകളിലും സിനിമകളിലും ഒക്കെ ആളുകൾ ഇപ്പോഴും സ്നേഹിക്കുന്നുള്ളൂ. സ്നേഹം എന്നാൽ എന്താണ്? ശരീരത്തിന്റെ ആകർഷണം മാത്രമല്ല, അത് എന്തോ കൂടെയാണ്. എന്താണത്? പ്രിയ കൽപ്പനയ്ക്ക്, കൽപ്പന, 2 ദിവസമായിട്ട് ഞാൻ ഓഫീസിൽ പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എന്താ കാരണമെന്ന് അറിയോ? ഇപ്പോൾ നിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാറില്ലല്ലോ. അതുകൊണ്ട് നിന്നെ പോലെ ഞാനും വീട്ടിൽ തടവിൽ കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം മനസ്സിലായി,
ഒറ്റയ്ക്കിരിക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നല്ല മീൻകറിയും തോരനൊക്കെ ഉണ്ടാക്കി. പൊങ്ങച്ചൻ പറയല്ല കേട്ടോ, നല്ല രുചിയായിരുന്നു. അന്ന് നീ വന്നതുപോലെ ഇനി ഒരു ദിവസം വരാവോ? ആ ദിവസം എനിക്ക് മറക്കാനാവുന്നില്ല. ഇപ്പോഴും എൻ്റെ കസേരയില് നിന്റെ മണമുണ്ട്. ഷേവ് ചെയ്യാൻ സോപ്പ് എടുക്കുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും. എപ്പോഴാ നീ എൻ്റെ കൂടെ താമസിക്കാൻ വരിക? എപ്പോഴാ? ഒന്ന് രണ്ട് ഫ്ലാറ്റുകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ലേക്ക് വ്യൂ ഫ്ലാറ്റ്സ് വളരെ നല്ലതാണ്. നീ കൂടെ വന്ന് കണ്ടതിന് ശേഷം തീരുമാനിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാരേജ് രജിസ്ട്രേഷൻ ഓഫീസിൽ ഞാൻ ഫോം എത്തിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 8-ാം തീയതി ഒരു മാസം തികയാണ്. ഓർമ്മ വേണം, ഇനി 20 ദിവസം മാത്രം. അതിനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാവണം. അനുരാധയെ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു. നിന്നോട് അവൾ പറഞ്ഞോ? അനുരാധയെ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു. നിന്നോട് അവള് പറഞ്ഞോ? പറഞ്ഞു. എന്താ അനുരാധയുടെ പ്രശ്നം? എപ്പോഴും ഒരു തരം നിശബ്ദതയാണ്. മിസ്റ്ററി. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നതെങ്കിലും പ്രകൃതി എത്ര വ്യത്യാസം. ഫ്ലാറ്റ് കാണാൻ എന്നാ പോവേണ്ടതെന്ന് അറിയിച്ച് നാളെ തന്നെ എഴുതാമോ? എന്റെ സ്വന്തം ശാന്തൻ. ഞാനിവിടെ തടവിലാണെന്ന് പുള്ളിക്ക് എങ്ങനെയാ തോന്നിയത്? ഇതിനിടയിൽ ഒരു ദിവസം ഷോപ്പിങ്ങിനും പോയി 2 സിനിമയെ കണ്ടു. ആണുങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാൻ വലിയ ഇഷ്ടമാണ്. തടവിലായ രാജകുമാരിയെ കാമുകനെത്തി മോചിപ്പിക്കുന്ന കഥയിലെ പോലെ. എന്റെ അച്ഛനും അമ്മ എന്നെ തടവിലൊന്നും ഇട്ടില്ല. പിന്നെ നീ എന്താ ശാന്തനുവെ കാണാതിരുന്നത്? ഞാൻ എപ്പോൾ പുറത്തു പോകുമ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടാവും. പിന്നെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ശാന്തനു പലപ്പോഴും അത് കൊണ്ട് നടക്കാറുമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാം? പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഇത്രയും മധുരമുള്ളൊരു കത്ത് എഴുതുമായിരുന്നു. ഇമെയിലിന്റെ SMS-ന്റെ ഒക്കെ കാലത്തും ശാന്തനുവിന് കത്തുകൾ എഴുതുന്നതിൽ അത്രയും. സത്യം പറഞ്ഞ ഇത്രയും മധുരമുള്ള ഒരു കത്ത് ഇതിനു മുമ്പ് എനിക്ക് ആരും അയച്ചിട്ടില്ല. ആഹാ, അപ്പോ ഇതിനു മുമ്പേ എനിക്ക് എത്ര പേര് കത്തെഴുതിയിട്ടുണ്ട്? കേക്കട്ടെ. സ്നേഹിക്കുന്ന സ്വഭാവം എനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാ. സത്യം പറയണേ, 8-ാം ക്ലാസ് മുതൽ തുടങ്ങിയതാ. എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്നു പറഞ്ഞൊരു ചെറുക്കൻ. യു സോ സ്വീറ്റ്. അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞവളാ ഞാൻ. പിന്നെ എന്നിട്ട് എന്താ, അവളുടെ അച്ഛനെ ട്രാൻസ്ഫർ കിട്ടി കാൺപൂരിലേക്ക് പോയി. പിന്നെ കുറെ കാലം കത്തുകളൊക്കെ എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും നിന്നു. പിന്നെ 12th ഗിറ്റാർ ക്ലാസ്സിൽ വെച്ച്. ഈ സ്നേഹിക്കുമ്പം നിനക്ക് എന്താ തോന്നുന്നത്? ഒന്ന് പോടി, അത് നിനക്കറിയില്ല? ഇല്ല, സത്യമായിട്ടും. അതറിയണമെങ്കിൽ സ്നേഹിക്കുക തന്നെ വേണം. അപ്പം നമുക്ക് തോന്നും ഈ ലോകത്തൊന്നും ഒരു പ്രശ്നമേ ഉള്ളത്. എന്നുവെച്ചാ ഇതാ പറയുന്ന ചെറുപ്പം തൊട്ട് സ്നേഹിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നിന്നെ പോലെ നിനക്ക് പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് മതി. അതിരിക്കട്ടെ, എന്താ ശാന്തനുവെ സ്നേഹിക്കുന്നത് മാത്രം നിനക്ക് ഇത്ര ഭ്രാന്ത്? ശാന്തനുവിന്റെ കാര്യം ഇറ്റ്സ് ഡിഫറെന്റ്. പാവം, അതുപോലെ വേറൊരാളെ കാണാൻ പറ്റുമോ? നീ വേഗം ഒരു മറുപടി എഴുതും, നാളെ തന്നെ കൊടുക്കണം എന്നാ എഴുതിയിരിക്കുന്നത്. പാവം. കൽപ്പന, എപ്പോഴും നിനക്ക് വേണ്ടി ഞാൻ തന്നെ കത്തെഴുതുന്നത്. ഇപ്രാവശ്യം നീ എഴുതും. എനിക്ക് നിന്നെ പോലെ ഉണ്ടാക്കി എഴുതാനൊന്നും അറിയില്ല. ഇത് അമ്മ ഇപ്പൊ വരും, വേഗം. വളരെ സിമ്പിളായിട്ട് മതി. ദൈവമേ, നിങ്ങളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരായി കത്തൊക്കെ എഴുതാൻ പോന്നെ? പറ, എന്തും പറഞ്ഞാ അഡ്രസ് ചെയ്യേണ്ടത്? എപ്പോഴത്തെയും പോലെ ശാന്തനു ശാന്തനു ശാന്തനു. ബിന്ദുവിനെ കൊണ്ടുപോകാമായിരുന്നു. അവളോട് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ? വേണ്ട, കാറിൽ സ്ഥലം ഉണ്ടാവില്ല. ഗുരുജി വരുമ്പോൾ ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിന് വീട്ടിൽ വരുമ്പോൾ മിന്നുവിനെ നേരിട്ട് കാണാമല്ലോ. വീട്ടിൽ വെച്ച് കാണുന്നത് പോലെയാണോ? ഗുരുജി വരുമ്പോൾ സ്റ്റേഷനിൽ റിസീവ് ചെയ്യാൻ അവളും കൂടി ഉണ്ടെങ്കിൽ?
ശരിയാ, ഗുരുജിക്ക് അവിടെ അത്രയ്ക്ക് ഇഷ്ടമാ. മിന്നു വലിയ കുട്ടിയായില്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഗുരുവെന്നോ ദൈവമെന്നോ ഒന്ന് പറഞ്ഞ ഒരു വിശ്വാസവും ഇല്ല. എന്നാലും അദ്ദേഹം ഉപദേശിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് മാറും. ശരി ശരി, ട്രെയിന് സമയം. 5:30 ഭജൻ, അത് മറക്കണ്ട. അനുരാധയും കൂടി ഇവിടെ ഉണ്ടായത് നന്നായി. നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ചോദിക്കാം. മിന്നു, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കോ? എന്താ? അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ, അതേ കാര്യം തന്നെ. മിന്നു, നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു. നിന്റെ അച്ഛൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടിയെങ്കിലും നീ ഒന്നവിടെ വന്നിരിക്കുക, 2 വർത്താനം പറയും. അയാളെ ഒന്ന് കാണണമെന്നേ അച്ഛന് നിർബന്ധമുള്ളൂ. പിന്നെ ചെക്കനെ ഇഷ്ടമായില്ല എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എന്താ എന്നെ കളിയാക്കാനായത്? ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരാളുടെ മുമ്പിൽ ചെന്നിരുന്ന് ശൃംഗാര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം അല്ലേ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ പോയിരുന്ന് സംസാരിക്കാറില്ലേ? പക്ഷെ ഇത് അതുപോലെയല്ലല്ലോ. അമ്മയ്ക്കത് നന്നായിട്ട് അറിയാം. എനിക്ക് മോളെ, നീ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക പ്ലീസ്. ഇതില് ഞാനെന്താ പറയാനാ ആന്റി? അവളുടെ അച്ഛന് വേണ്ടിയെങ്കിലും നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും ഈ പെണ്ണ് കാണൽ ഏർപ്പാടിനോട് എനിക്ക് വലിയ... അത് പോട്ടെ, ആരാ വരുന്നേ? ആരാണെന്ന് അറിയില്ല. ചിറ്റപ്പന്റെ പരിചയത്തിലുള്ള... ചിറ്റപ്പന്റെ ഓഫീസിലായാളാ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആരായാലും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അയാൾ നാണം കെടും. നിങ്ങൾ അമ്മ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞു. ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല. മിന്നു, ഈ കല്യാണം എന്നൊക്കെ പറയണത് ജീവിതത്തെ മുഴുവൻ ബാധിക്കണ കാര്യ, കുട്ടിക്കളിയല്ല ഇത്. 2 പേരുടെ മാത്രം കാര്യമല്ല വിവാഹം. 2 കുടുംബങ്ങളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ കാര്യ. എല്ലാവരും പങ്കെടുക്കണമെന്ന്. എല്ലാവരും ഒരു ദിവസത്തേക്ക് കാണും. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ വേണ്ടേ ജീവിതകാലം മുഴുവൻ ആളുടെ കൂടെ? നിന്റെ അച്ഛനും അമ്മയും നിന്റെ കൂടെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത്? ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നിട്ടും. ആന്റി, ഞാൻ ഇറങ്ങാം ആന്റി. കൽപ്പന, ഞാൻ പോവാ.
എന്താ അനന്തൻ എന്തോ മനക്ലേശത്തിലാണല്ലോ. ഭജനയുടെ സമയം മുഴുവൻ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ. ഞാനായിട്ടിപ്പോ എനിക്ക് ആരുടെയും മനസ്സിലെ കാര്യങ്ങളൊന്നും തന്നെ അറിയാനുള്ള കഴിവില്ല. എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ തന്നെ സാധിക്കുന്നില്ല. എന്താ കാര്യം പറയൂ. കുറേ ദിവസമായിട്ട് മനസ്സിനൊരു സുഖമില്ല. എന്തൊക്കെയോ അശുഭ ലക്ഷണങ്ങൾ. ഞാൻ മനുഷ്യ ജീവിതത്തിൽ ദുഃഖമൊക്കെ വളരെ സ്വാഭാവികമാണ്. പൂജയും പ്രാർത്ഥനയും മന്ത്രവാദവും ഒക്കെ നടത്തി ആ വക അശുഭലക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്കാവും എന്ന് തോന്നുന്നുണ്ടോ? മിന്നുവിന്റെ കാര്യത്തില് ഗുരുജി എന്തെങ്കിലും? മിന്നുവിന് എന്താ പറ്റി? അവളുടെ കല്യാണം ശരിയായിട്ടില്ല. ഓ, അവൾക്കിപ്പോൾ എത്ര വയസ്സായി? 23. ശിവ 23. അവൾ അത്രയധികം വളർന്നോ? എൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് നിന്നിരുന്ന കുട്ടിയായിട്ടാണ് എനിക്ക് അവളെ പറ്റിയിട്ടുള്ള ഓർമ്മ. അങ്ങ് അവളെ ഒന്ന് ഉപദേശിക്കണം. വിവാഹം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീയെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത ഞാൻ വിവാഹത്തിനെ കുറിച്ച് ഉപദേശിക്കണം അല്ലേ? അസലായി. അങ്ങ് പറഞ്ഞ മിന്നു അനുസരിക്കും. ഒരു സത്യം അറിയോ, ഞാൻ ആശീർവദിച്ച ദമ്പതികളിൽ പകുതി പേർക്കും ജീവിതത്തിൽ സുഖം കിട്ടിയിട്ടില്ല. പിന്നെ അവരൊക്കെ തന്നെ മകനെയും മരുമകളെയും എൻ്റെ അടുത്തേക്ക് നല്ല ഉപദേശത്തിനായിട്ട് കൊണ്ടുവരാറുണ്ട്. മനുഷ്യൻ്റെ വിശ്വാസം വളരെ വളരെ അന്ധമാണ്. ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യൻ്റെ വിധിയെ മാറ്റുന്നതിന് എനിക്ക് കഴിവില്ല, അതിനെനിക്കാവില്ല. ഞങ്ങൾ അവൾക്ക് നല്ലൊരു വരനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അവൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കണം എന്നാ. അവൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവളാണ്, അതിൽ തെറ്റില്ല. ശാസ്ത്രം അത് സമ്മതിക്കുന്നുണ്ട്. ഗാന്ധർവ വിവാഹം വളരെ വിശിഷ്ടമാണ്, മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ആ പയ്യൻ എന്താ ചെയ്യണേ? ഗുരുജി, ആ ചെക്കൻ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണനല്ലേ? അത് ഭയങ്കര കുഴപ്പമാണല്ലോ. ബ്രാഹ്മണനല്ല അല്ലേ? എന്നെ ഗുരുവായി സ്വീകരിക്കുമ്പോൾ അനന്തൻ അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ ബ്രാഹ്മണനാണോ എന്ന്? അബ്രാഹ്മണരായിട്ട് എത്ര സന്യാസിമാരുണ്ട് അറിയില്ലേ? അബ്രാഹ്മണനായ എന്നെ ഗുരുവായി സ്വീകരിച്ച പോലെ അതുപോലെ അബ്രാഹ്മണനായ ഒരാളെ മരുമകനായി സ്വീകരിച്ചുകൂടെ? പക്ഷേ മിന്നു ബോധമില്ലാത്തവളാ. സ്വന്തം നന്മയെക്കുറിച്ച് അവൾക്ക് 23-ാം വയസ്സിലും അവൾക്ക് ബോധമില്ലെങ്കിൽ ഈ ജീവിതം മുഴുവൻ ബോധം ഉണ്ടാവില്ല. അവളെ ബോധമില്ലാതെ കണ്ട് വളർത്തിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളൊക്കെയാണ്. അനന്ത, ഒരു കാര്യം മനസ്സിലാക്കണം. യൗവനം എത്തിയാൽ എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. ചിറകിന് കരുത്ത് കിട്ടിയാൽ പിന്നെ പക്ഷി കൂട്ടിൽ തന്നെ കിടക്കൂ. യൗവനത്തിന് തടയാൻ ഒരുങ്ങരുത്. അത് ഒരാപത്തിനെയും വകവയ്ക്കില്ല. എത്ര നേരമായി കണ്ടിട്ട്? ഞാൻ വന്നിട്ട് എത്ര നേരമായി? നീ എവിടെയായിരുന്നു? സോറി, ഞാൻ ഭജനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാന്നായിരുന്നു. ദേവാന്ന ജാനന്തി കുതോ മനുഷ്യ. ദേവന്മാർക്ക് പോലും അറിയില്ല സ്ത്രീയുടെ മനസ്സിലെ രഹസ്യങ്ങൾ, പിന്നെയാണോ മനുഷ്യന്മാർക്ക്? സുഖീ ഭവ, നന്നായി വാ. ഭഗവാനെ, വിധിയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. എങ്കിലും അവളുടെ മുഖത്ത് നോക്കുമ്പോൾ അവൾക്ക് എന്തോ ആപത്ത് വരാനുള്ളതായി എനിക്ക് തോന്നുന്നു. ആ ആപത്തിന് നിങ്ങളൊന്നും ഒരിക്കലും കാരണക്കാരായി തീരരുത്. ഇങ്ങനെ വഴിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ പോകുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. എന്നോട് ഇനി സംസാരിക്കാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചേട്ടാ, എപ്പോഴും ഇങ്ങനെ ചൂടായിരുന്ന കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത്? ഇതൊരു അത്യാവശ്യമുണ്ട്. നിന്റെ അത്യാവശ്യം എന്നെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല. വഴിയിൽ നിന്ന് മാറ്. 200 രൂപ നിങ്ങൾ പിരിവ് തന്നേ പറ്റൂ. പിരിവോ? എന്തിന്? ഞങ്ങളുടെ പാർട്ടിക്ക്. നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഞാനെന്തിനാ പിരിവ് തരുന്നേ? അതും 200 രൂപ? അതും ഉള്ള തരേണ്ടി വരും. എല്ലാവരും തരേണ്ടി വരും ഈ ഫ്ലാറ്റില്. 200 രൂപ പിരിവ് വന്നിട്ട് പോയാൽ മതി.
നിങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് പിരിവ് ഞാൻ എന്തിനാ തരുന്നേ? Because you've selected you. തന്നില്ലെങ്കിൽ നീ ബലം പ്രയോഗിച്ച് വാങ്ങുവോ? ബലം പ്രയോഗിച്ചൊന്നും വാങ്ങില്ല. നമ്മുടെ പാർട്ടിയുടെ നയം അതല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നാൽ നിങ്ങൾക്ക് നല്ലത്. 200 രൂപയും തരാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു 10ഓ 20ഓ ഞാൻ. നിങ്ങൾ എന്താ വിചാരിച്ചേക്കണേ? ഞാൻ എന്റെ അച്ഛന്റെ 16 അടിയന്തരത്തിനാ പൈസ ചോദിക്കുന്നതെന്നാ? ഈ നാടിന് വേണ്ടി ഞാൻ പിരിക്കണേ. അച്ഛൻ കൈവിട്. എന്താ ഞാൻ പിടിച്ച അറ്റു പോകുന്നില്ലല്ലോ. ഒന്നുമില്ല, നിങ്ങൾ പോണം. കൈവിട്. നിന്നെ പോലത്തെ ഒരുപാട് ചെറുക്കന്മാരെ ഞാൻ കണ്ടതാ. നിങ്ങളെ പോലെ കുറെ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അഞ്ചേ കൈവിട്. എന്തായി കാണിക്കണേ? കൈവിട്. എന്റെ മുന്നിൽ വലിയ ആളാവാൻ നോക്കണ്ട. എന്താ പ്രശ്നം? മനസ്സിലായില്ല. മനസ്സിലായിട്ട് നിങ്ങൾ എന്ത് കാണിക്കാനാ? ഏത് നേരം ഫ്ലാറ്റിൽ ഡോർ തുറന്നിട്ട് ടൈലിൽ കൂടെ പോകുന്ന ആൾക്കാരെ നോക്കിയിരിക്കല്ലോ നിങ്ങളുടെ പണി. ഇനി ഈ ഫ്ലാറ്റിൽ നടക്കില്ല. നീ ആരാടാ? എന്റെ ഫ്ലാറ്റിന്റെ ഡോർ തുറക്കണോ അടക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. താഴെ ആരമല. എനിക്കറിയില്ല. നമുക്ക് ഈ ഫ്ലാറ്റ് വിട്ടിട്ട് എവിടെയെങ്കിലും പോവാച്ചാ. എനിക്കിവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല. ഇനി ഇവിടെ കൂടുതൽ ദിവസം നിന്നാ ഞാൻ ഭ്രാന്തിയാവും. എവിടെ കൽപ്പന? 7-8 ദിവസമായിട്ട് ഒരു വിവരമില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല. ഫ്ലാറ്റിന്റെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതാ. എന്നിട്ട് ഈ സമയത്ത് അവളെ കുറിച്ച് ഒരു കാര്യം അറിയാതിരുന്ന. അവള് മറ്റന്നാൾ വരും. അനു കണ്ടിരുന്നോ? ഇല്ല, ഫോണിൽ സംസാരിച്ചിരുന്നു. ഓ, എന്നിട്ടെന്താ അവൾ എന്റെ കത്തിന് മറുപടി തരാത്തേ? എന്തെങ്കിലും തിരക്ക് കാണും. അവളുടെ വീട്ടില് അവളുടെ അച്ഛന്റെ ഗുരുജിയൊക്കെ ആയിട്ട്. ഗുരുജിയോ? മന്ത്രവും ചെയ്ത് മനസ്സ് മാറ്റിയെടുക്കുവോ? അതിനുള്ള ശ്രമമൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും. എന്ത് പൂജ? പേടിക്കണ്ട സാറേ. ഒരു ഗുരുജിക്കും നിങ്ങളുടെ കൽപ്പനയുടെ മനസ്സ് മാറ്റാനാവില്ല. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ആ, കൽപ്പന മറ്റന്നാൾ വരും. ഓർമ്മയുണ്ടല്ലോ? അൻ്റെ പറഞ്ഞില്ലേ? ഇല്ല. Why? എനിക്ക് വേറെ ജോലിയുണ്ട്. എന്നോട് സംസാരിക്കാനാണോ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാനും പ്രോഗ്രാംസ് ഒന്നും ഇല്ലേ? ഇല്ല, പ്ലീസ് അനു പറഞ്ഞേ. ഇല്ല, എനിക്ക് മറ്റന്നാൾ വരാൻ പറ്റില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ദിവസം ഞാൻ വരാം. അതിപ്പോ എന്തായാലും വന്നല്ലേ പറ്റൂ. മറ്റന്നാൾ കൂടി കൽപ്പന വന്നില്ലെങ്കിൽ അവിടെ വീട്ടിൽ ചെന്ന് പിടിച്ചിറക്കി ഞാൻ അവിടെ കൊണ്ടുവരും. ഓക്കെ, ഗുഡ്. അതാണ് എനിക്ക് കാണേണ്ടത്. അച്ഛാ, ഇതെന്താ ലൈറ്റ് പോലും ഇടാതെ? ലൈറ്റ് ഇടണ്ട, നീ ഒന്നും കൂടെ വന്നേ. നീ എവിടെയെങ്കിലും പോവുകയാണോ? ചിറ്റയോടെ പോന്നു. അച്ഛനെന്താ വിളിച്ചേ? വെറുതെ കുറച്ചു നേരം സംസാരിക്കാനാ. അമ്മ എവിടെ? അമ്മ താഴെ എവിടെയെങ്കിലും കാണും. അവളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. തലകറക്കവും ശ്വാസമുട്ടലൊക്കെ പിന്നെ. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ ഇവിടെ ഇരിക്കേ. നിനക്കൊരു കഥ കേൾക്കണം. പറയൂ. എത്ര കാലമായി അച്ഛൻ കഥ പറഞ്ഞു കേട്ടിട്ട്?
നല്ലൊരു കൊടുങ്കാറ്റുള്ള രാത്രിയായിരുന്നു അത്. വർഷവും മാസമൊക്കെ ഞാൻ മറന്നു. ഒരു 20-25 വർഷമായി കാണും. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയായത്. അവരുടെ വീട്ടിൽ കാറുണ്ടായിരുന്നില്ല. അർദ്ധരാത്രി ആയപ്പോൾ ഭാര്യയ്ക്ക് പ്രസവവേദന തുടങ്ങി. ഒരു ടാക്സി വിളിച്ചിട്ട് അത് കിട്ടാനുമില്ല. മഴ പെയ്ത് റോഡിലൊക്കെ വെള്ളം കയറി നടക്കാനും വയ്യ. ഭാര്യ വേദന കൊണ്ട് പുളയുകയാണ്. ആ പാവത്തിൻ്റെ മുഖം നീല നിറമായി. അവസാനം ആ വഴിക്ക് വന്നൊരു ജീപ്പി കയറ്റി അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ ഓപ്പറേഷൻ നടത്തണം. പക്ഷേ ഓപ്പറേഷൻ നടത്തിയ ആ അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ച് രക്ഷിക്കാൻ സാധിക്കില്ല. കുഞ്ഞിനെ രക്ഷിച്ച അമ്മയുടെ ജീവൻ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നീ എനിക്ക് മാപ്പ് തരില്ല എന്നറിയാം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് കുട്ടിയെ വേണ്ട, അളകയെ മതിയെന്ന് ഞാൻ പറഞ്ഞു. അത് അവള് കേട്ടു. പാതി ബോധത്തിൽ അവള് പറഞ്ഞു എനിക്ക് കുട്ടിയെ മതി, കുട്ടിയെ മതിയെന്ന്. 2-3 മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അവളെ ഒരു ട്രോളിയിൽ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ ശരീരത്തിൽ ഒരു വെള്ളത്തുണി മൂടിയിട്ടിരുന്നു. ഒരു ശവം കിടക്കുന്നത് പോലെ. ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നേഴ്സ് വന്ന് പറഞ്ഞു കുട്ടി പെൺകുട്ടിയാണ്. ആ സമയത്ത് എനിക്കതിനെ കൊല്ലാനാണ് തോന്നിയത്. കാരണം അളകപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്ന് എനിക്കറിയില്ലായിരുന്നു. ഡോക്ടർ ബാനർജിയാണ് അവളെ രക്ഷിച്ചത്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അളകയ്ക്ക് ബോധം വന്നു. അവൾ ആദ്യം ചോദിച്ചത് എൻ്റെ കുട്ടി എവിടെയെന്നാണ്. അവൾ എന്നെ കാണാനല്ല ആഗ്രഹിച്ചത്, നിന്നെ. അത് ശരി. അപ്പൊ അച്ഛൻ എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേ? എങ്കിലും കൊന്നില്ലല്ലോ. പൂച്ചക്കുഞ്ഞിനെ പോലെ ആയിരുന്ന നീ ഇത്രയും സുന്ദരിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ രക്ഷിച്ചത് നിന്റെ അമ്മയാണ്. അച്ഛനെന്തിനാ ഇപ്പൊ ഈ കഥ എന്നോട് പറഞ്ഞത്? അതെന്തിനാ ഞാൻ നിന്നോട് പറഞ്ഞത്? എന്തായിരിക്കും കാരണം? നീ പറയൂ. അച്ഛൻ തന്നെ പറയൂ. മിന്നു, നീ നിന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു. എനിക്കാരെയും വേദനിപ്പിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒരു നിർബന്ധമായിട്ട് ഇരിക്കുകയല്ലേ? ഇത് നിർബന്ധമാണോ? അച്ഛൻ എന്നെ അറിഞ്ഞൂടെ? ഞാനൊരു മണ്ടി പെണ്ണിനെ പോലെ എന്തെങ്കിലും ചെയ്യുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ അച്ഛനമ്മമാര് നിന്നെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ നന്മയാണ് ഞങ്ങളുടെ. കൊന്നാ മതിയായിരുന്നു. എല്ലാരും കൂടി അന്ന് തന്നെ എന്നെ കൊന്നളഞ്ഞാ മതിയായിരുന്നു. എടി മിന്നു, മിന്നു എന്തിനാ കരയണേ? എന്ത് ഭ്രാന്തായിട്ട്? അളക, അളക. അമ്മ എന്നോട് സമ്മതിച്ചതല്ലേ? എന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് സത്യമായിട്ടും പറഞ്ഞതല്ലേ? ഞാനെന്ന് എന്നാ ഒരു കാര്യം കേട്ടോ, ഞാൻ ശന്തനുവിനെ തന്നെ കല്യാണം കഴിക്കും. ഈ തീരുമാനം ഫൈനലാണ്. ഫൈനൽ. അതിൽ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അത്രയും ദുഃഖിക്കേണ്ടി വരും. പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത്. ശന്തനുവിനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവനെ തന്നെ കല്യാണം കഴിച്ചോ. നിന്റെ അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷേ നീ കുറച്ചൊന്ന് ക്ഷമിക്കണം. ഒരു 6 മാസക്കാലത്തേക്ക് നിനക്ക് ചീത്ത സമയമെന്ന് ഗുരുജി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നിർബന്ധം പിടിക്കാതിരുന്നാൽ തന്നെ എന്റെ ചീത്ത കാലം തീരും. ഒരു വല്ലാത്ത ഭ്രാന്തി പെണ്ണ് തന്നെ. കല്യാണം കഴിക്കാൻ ധൃതിയായ അവൾക്ക്. മിന്നു, നീ ആ പ്രൊഫസറെ തന്നെ കല്യാണം കഴിക്കും. ഒരു പ്രൊഫസറെ ഭാര്യയാവാതെ അവൾക്ക്. ശന്തന് പ്രൊഫസർ ഒന്നല്ല, പണ്ട് കുറച്ചു കാലം കോളേജിൽ പഠിപ്പിച്ചിരുന്നേ ഉള്ളൂ. സമ്മതിച്ചു. ഒരിക്കൽ പ്രൊഫസർ ആയ പിന്നെ എപ്പോഴും പ്രൊഫസർ തന്നെ. പിന്നെ അയാള് മന്ത്രി ആയാലും MLA ആയാലും MP ആയാലും. ഒരു പ്രൊഫസർ.
താഴെ എന്താ വിശേഷം വെച്ചാ? പോലീസും ആൾക്കാരൊക്കെ? ആ പയ്യനില്ലേ ഫസ്റ്റ് ഫ്ലോറിലെ ആ അഞ്ചൻ, അവൻ പ്രതിയായ ഒരു കേസിന്റെ അന്വേഷണത്തിൽ വന്നതാ. 1-2 ബോംബുകൾ അതുണ്ടാക്കാനുള്ള സാധനങ്ങളും കണ്ടെടുത്തെന്ന് പോലീസ്. ആ ചെക്കൻ ഒരു ഗ്രാജുവേറ്റാ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ ആളുടെ പേര്? ആ, ശന്തനു. എന്റെ ചിറ്റയുടെ ഒരു നാത്തൂന്റെ മകന്റെ പേരും ശന്തനു എന്നാ. മെലിഞ്ഞുണങ്ങിയ ഒരുത്തൻ, പോരാത്തന് കോങ്കണം. ഈ ശന്തനു എന്ന് കേൾക്കും എനിക്ക് അവനെ ഓർമ്മ വരിക. ആ ഹാൻഡ്ലൂം ഹൗസിലെ കൗണ്ടറിൽ ഇരിക്കുന്ന പെണ്ണ്, അവളുടെ പേര് സുജാത എന്നാ. കാറത്ത് തടിച്ചു ഉണ്ട കണ്ണൊക്കെ ആയിട്ട്. ചിറ്റയുടെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് അവരെ ഓർമ്മ വരും. കളിയാക്കോ കളിയാക്കോ. നീ ഈ ശന്തനുവിനെ എവിടെ വെച്ചാ കാണാറ്? അങ്ങനെ കൃത്യമായ സ്ഥലമൊന്നുമില്ല, എന്നാലും പബ്ലിക് ഗാർഡനിലോ റെസ്റ്റോറന്റിലൊക്കെ വെച്ച്. അനുരാധ ഉണ്ടാ ഞങ്ങളുടെ കൂടെ? അനുരാധ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും? നിങ്ങൾ 3 പേരും ഒന്നിച്ചാ കറക്കും? അതിനെന്താ? എന്നാലും അവളുടെ മുമ്പിൽ വെച്ചാ നിങ്ങളുടെ അതിനെന്താ ചിറ്റ? ഓ, ഇക്കാലത്ത് രീതികളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോപ്പിങ്ങിനാ പോണെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ബീച്ചിലേക്കുള്ള വഴി? ഞാൻ പറഞ്ഞിട്ടാ, നമുക്ക് ഇത്തിരി കാറ്റ് കൊണ്ട് സംസാരിച്ചിട്ടൊക്കെ പോവാം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഏതായാലും നിന്റെയും ആ ശന്തനുവിന്റെയും കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ആരും തടസ്സം പറയില്ല. അതിനു മുമ്പ് ഒരാളെ കണ്ട് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ആരോട്? അയാൾ നിന്നെ കണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വെറുതെ കാഷ്വൽ ആയിട്ട്. ആരെങ്കിലും ആവട്ടെ, നീ അയാളെ കണ്ടൊന്ന് സംസാരിക്കും. ഞാനും ഉണ്ടല്ലോ കൂടെ. വണ്ടി നിർത്തി. നീ പോയിക്കോ. എന്താ ചിറ്റ ഇതിന്റെയൊക്കെ അർത്ഥം? എന്തിനാ കാർ തിരിച്ചയച്ചേ? ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവാണ്. പ്ലീസ് മിന്നു, പ്ലീസ്. ചിറ്റപ്പനെ ഓർത്ത് നീ ദയവ് ചെയ്ത് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്, പ്ലീസ്. അയാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതിനു വേണ്ടിയാ നിന്നെ ഇവിടെ കുടിക്കുന്നു വന്നത്. പ്ലീസ്. ആരാണ്? അയാളാണോ? അതെ, സഞ്ജയ് ഷണ നല്ല മനുഷ്യനാ. വാ, ഞാൻ തന്നെ അയാളോട് 2 വാക്ക് പറയാം. അയ്യോ മിന്നു, പ്ലീസ് മിന്നു, ഹായ്, സഞ്ജയ് ഷണായി. നിങ്ങൾക്ക് ഞാൻ അയച്ച കത്ത് കിട്ടിയില്ലേ? നീ സഞ്ജയന് കത്തയച്ചിരുന്നോ? കിട്ടിയിരുന്നു. എന്നിട്ട്? അല്ല, കൽപ്പന മറുപടി ഒന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലല്ലോ. മറുപടി ഒന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, പക്ഷെ മറ്റൊന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഷുവർ, ഞാൻ കൽപ്പന ആവശ്യപ്പെട്ട പ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നോട് വീട്ടിൽ വരരുതെന്ന് പറഞ്ഞു, ഞാൻ വന്നില്ല. കത്തിനെ കുറിച്ച് മറ്റാരോടും പറഞ്ഞുമില്ല. ഇപ്പോ നിങ്ങളാണ് അതെടുത്തിട്ടത്. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഐ എം സോറി, എക്സ്ട്രീംലി സോറി. ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം, എനിക്ക് കുട്ടിയെ ഒരു തവണയെങ്കിലും ഒന്ന് കാണുമെന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എൻ്റെ അഡ്മിറേഷനും കൺഗ്രാറ്റുലേഷൻസും ഒക്കെ അറിയിക്കാൻ വേണ്ടി. ഞാൻ കുട്ടിയിൽ കണ്ട കറേജ്, ഡിറ്റർമിനേഷൻ, അത് മറ്റൊരു മലയാള പെൺകുട്ടിയിലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, ഗുഡ് ബൈ. ഓട്ടോ പ്ലീസ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ വിടാം.
നീ സംസാരിക്കുമല്ലോ, അതാ ഞാൻ പിന്നിലിരിക്കാം. ശരിയാ, മുമ്പിലും പിറകിലും സംസാരിക്കാനാവില്ല. കൽപ്പന ഒന്നും മിണ്ടുന്നില്ലല്ലോ. ദേഷ്യത്തിലായിരിക്കും അല്ലേ? ശരിക്കും ഈ പെണ്ണുകളിലൊന്നും എനിക്കും അത്ര ഇഷ്ടമില്ല. ക്വൈറ്റ് പ്രിമിറ്റീവ് അല്ലേ? പക്ഷെ ഇംഗ്ലണ്ടിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോഴുണ്ടായിരുന്ന പെൺസുഹൃത്തുക്കളുടെ ഒക്കെ കല്യാണം നടന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതില്ലാതെ വേറെ വഴിയില്ലാതായി. പക്ഷേ കൽപ്പനയുടെ കത്ത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒന്ന് കാണണമെന്ന് തോന്നി. പ്രത്യേകിച്ചും അതിലെ അവസാന വാചകം, താങ്കൾക്ക് മനസ്സിലിഷ്ടപ്പെട്ട ഒരു ഭാര്യയെ കിട്ടട്ടെ എന്നും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നും. ദാറ്റ്സ് നോബൽ ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ കോൾ ക്ലാസ്. എന്നെക്കുറിച്ച് കൽപ്പനയ്ക്ക് തെറ്റിദ്ധാരണ ഒന്നും തോന്നരുത്. ഐ വിൽ ഫീൽ റിയലി റിയലി സാഡ്. എനിക്ക് എന്ത് ധാരണ ഉണ്ടായാലും എന്താ? നോ നോ, ഐ മീൻ അബൌട്ട് സെറ്റിംഗ് ദിസ് അപ്പ്. എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആണെന്ന് കൂട്ടിക്കോളൂ. ബട്ട് ഹാവിംഗ് മെറ്റ് യു, മൈ ലൈക്കിംഗ് ഫോർ യു. ഈ മുഖത്തെ പാടുകളൊക്കെ വേഗം മാറുമല്ലോ അല്ലേ? ഒരടയാളം ഉണ്ടാവില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് കുറേശ്ശെയായി ഒക്കെ ഇല്ലാതാവും. പഴയതുപോലെ സുന്ദരിയാവും മോള്. ഓ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. കണ്ണൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. ദൈവത്തിന് നന്ദി പറയണം. ആ കാറിലിടിക്കാൻ ലോറിയിൽ ഇടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിനക്ക് വലുതായിട്ടൊന്നും പറ്റിയില്ലല്ലേ? ഞാൻ പിൻ സീറ്റിലായിരുന്നല്ലോ, കാലിന് നല്ല നീര്. ആ പാവം സഞ്ജയ് ഷാനോടെ കൈ ഒടിഞ്ഞ് കാലിനും പരിക്കുണ്ട്. പക്ഷെ സഞ്ജയ്ക്ക് ഏറ്റവും വിഷമം മനസ്സിനാ. താൻ ഓടിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. പാവം, ഞാനൊന്ന് ചെന്ന് കാണാ കുട്ടിയെ. ഏത് ഹോസ്പിറ്റലാ? ഞാൻ ശന്തനു. എനിക്ക് കൽപ്പന ഒന്ന് കാണണം. കൽപ്പന, കൽപ്പന, ഇത് ഞാനാ. കൽപ്പനയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? വേദമുണ്ട്. കൽപ്പന, അന്ന് ഞാൻ എനിക്ക് വയ്യ. കാണണ്ട എന്നെ. ഇപ്പൊ കാണണ്ട ഇനി. പോകൂ ഇപ്പൊ, പ്ലീസ് പോകൂ. ഇപ്പോൾ അവളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നല്ലതെന്ന് തോന്നുന്നു.
ശരിയാ, പറഞ്ഞത് ശരിയാ. ഐ എം സോറി. എന്താ നീ ചെയ്ത്? ഞാൻ ശരി തന്നെയാ ചെയ്തത്. വട്ടമുണ്ടോ നിനക്ക്? നോക്ക്, ഇനിയും വൈകിട്ടില്ല. ഇനിയെങ്കിലും നീ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻവിറ്റേഷൻ കാച്ചുകൂടി അടിച്ചു കഴിഞ്ഞു. നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തരില്ല, നേരിട്ട് വീട്ടിൽ വന്ന് ഇൻവൈറ്റ് ചെയ്യാനാ. കുറെ ഷോപ്പ് ചെയ്തു, പക്ഷെ കല്യാണത്തിന് കൊടുക്കാനില്ല ബനാസി സാരി. അത് നിന്റെ കൂടെ വന്നിട്ടേ വാങ്ങുന്നുള്ളൂ. ഞാൻ വരില്ല. വന്നേ പറ്റൂ. നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ആദ്യം പറ. ഇതിലിപ്പോ പറയാൻ എന്തായിരിക്കുന്നത്? ശരിയായത് എന്തോ അത് ചെയ്തു. അപ്പോ നീ ഇതിനു മുമ്പ് ചെയ്തൊക്കെ തെറ്റായിരുന്നോ? മേ ബി. നാളെ ഉച്ചയ്ക്ക് ശേഷം നീ ഫ്രീ ആയിരിക്കില്ലേ? ഞാൻ ഉച്ചയ്ക്ക് വരും നിന്നെ കൊണ്ടുപോവാൻ ഷോപ്പിങ്ങിന്. ഇല്ല, ഞാൻ വരില്ല. അപ്പൊ നീ എനിക്ക് പ്രസന്റ് ഒന്നും തരില്ലേ? കുന്തം തരും നിനക്ക് ഞാൻ. നിന്റെ കല്യാണത്തിന് പോലും ഞാൻ വരാൻ പോകുന്നില്ല. നീ കല്യാണത്തിന് ഡെഫിനറ്റ് ആയിട്ടും വരും. വന്നില്ലെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊണ്ടുവരും ഞാൻ. കൽപ്പന, ആദ്യം നിന്റെ ഈ കളി നിർത്ത്. ഞാൻ പറയുന്ന അനുസരിക്ക്. ശാന്തനു എന്നെ ഒന്ന് കാണണം. എന്താ പ്രശ്നമെന്ന് ശാന്തനു നീ നേരെ പറഞ്ഞിട്ട് എന്നെ അറിയണം. നീ അയാളെ കാണാൻ ഒരു പ്രാവശ്യമെങ്കിലും വരുമോ? ശാന്തനുവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യും, കാർഡയച്ച്. തീർച്ചയായിട്ടും വരണമെന്ന് നീ കൂടെ പറയണം. പറയില്ലേ? വെറുതെ ഭ്രാന്ത് പറയല്ലേ. നീ വരുന്നുണ്ടോ ഇല്ലയോ? എന്റെ പൊന്നെ പൊന്നെ ഇവിടെ ഇരിക്കും. നോക്ക്, ഈ കറുത്ത മുഖം ഞാൻ എങ്ങനെ ശാന്തനുവിനെ കാണിക്കാം? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ശാന്തനുവിന്റെ കൽപ്പന ഇന്നില്ല. അവിടെ ആ കണ്ണാടിയിലെ ഫോട്ടോയിലെ കൽപ്പന, അവൾ ഇന്നില്ലാതായിരിക്കുന്നു. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിനക്കിപ്പോ എന്താ പറ്റിയത്? ഒന്ന് കവള് മുറിഞ്ഞു, അത് പെട്ടെന്ന് ശരിയാവും. എന്നോടാരും ദയൊന്നും കാട്ടണ്ട. ഇതെന്റെ തെറ്റ് തന്നെയാ. അതിന് ഞാൻ ആരുടെ മുമ്പിലും. എടി, ദയ കാണിക്കുന്നതാണോ ഇത്? സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? ഇതുപോലുള്ള സിറ്റുവേഷനിൽ ചിലപ്പോ സ്നേഹവും തോറ്റുപോകും. ശരി, ഞാൻ പോന്നു. കഷ്ടം, ഒരു മനുഷ്യന് നീ ഇത്രയും വലിയ ദുഃഖം കൊടുത്തില്ലേ? ഈ ദുഃഖമൊക്കെ 4 ദിവസം കൊണ്ട് മറക്കും. അതിലും കൂടുതൽ ദുഃഖിക്കാൻ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറിച്ച് ഇപ്പൊ എത്ര പേരാ സന്തോഷിക്കുന്നത്? അച്ഛനും അമ്മയും ചിറ്റപ്പനും ചിറ്റമ്മയും ഒക്കെ. അതല്ലേ നല്ലത്. അതോ കള്ളന്മാരെ പോലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നു? കൽപ്പന, ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയാറുന്നില്ലേ? അവരൊക്കെ നിനക്ക് എത്ര... അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ കാര്യം അറിഞ്ഞു വരൂ. ആ ആക്സിഡന്റിന് ശേഷമാണ് എന്റെ തലേന്ന് നേരെയായത്. പിന്നെ നീ വിചാരിക്കുന്നതിനേക്കാളും നല്ല ആളാണ് സഞ്ജയ്. ഹീസ് ഹാൻസം, എലിഗന്റ്. ശാന്തനുവിനെ പോലെ തന്നെ ഇവിടെ ഇരിക്കുക. എന്റെ കല്യാണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ കിട്ടുമായിരുന്നു. ഇത് നോക്കിക്കേ, ഇത് കാശ്മീരി സിൽക്കാണ്. ഇത് ജപ്പാനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് പ്രൊക്യൂർഡ്. പിന്നെ എന്താ ഇത് വളഞ്ഞുപോയി. എപ്പോ? ആക്സിഡന്റിൽ. ഒരു കാലത്ത് എത്ര ഭംഗിയുള്ള കാൽവിരലുകളായിരുന്നു എനിക്ക്. ഇപ്പൊ നോക്കിയ ആകെ വൃത്തികേടായി. ഇതൊന്നും വലിയ കാര്യമല്ല. ഈ വിരല് പെട്ടെന്ന് ശരിയാവും. ഇല്ല, ഇത് ശരിയാവില്ല. ശരിയാവുന്നേ. ഈ നഖം വളർന്നു വരുമ്പോ അതങ്ങ് ശരിയാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പങ്ങളുണ്ട്, കുറേ കുഴപ്പങ്ങളുണ്ട്.
പക്ഷെ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൽപ്പന വരില്ല. ഒരിക്കലും വരില്ലേ? ഇല്ല. പോട്ടെ, നേരം പോയി. എനിക്ക് ഒരിടത്ത് പോണ്ടതായിരുന്നു. ഞാൻ കാരണം അനുരാധ കുറെ ബുദ്ധിമുട്ടിയില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇനി എങ്ങോട്ടാ? വീട്ടിലേക്കാ. ഞാൻ വേറെ വഴിക്കാം. ഇനി എന്താ പ്ലാൻ? നിരാശകാമുകനായി താടിയൊക്കെ വളർത്തി നടക്കാനാ? അങ്ങനെ പ്ലാനൊന്നുമില്ല. നിരാശകാമുകനല്ല, പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. സ്നേഹത്തിൽ തോറ്റുപോകുന്ന ആളുകൾ എന്താ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ കിട്ടാത്തതുകൊണ്ടല്ല, ആണെന്ന നിലയിലുള്ള അപമാനം കൊണ്ടാ അവരാത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ ശാന്തനു തോറ്റിട്ടില്ല, കൽപ്പനയാ തോറ്റത്. സ്നേഹത്തെ മനസ്സിലാക്കാനും റെസ്പെക്ട് ചെയ്യാനും അവൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവളുടെ മനസ്സും വീക്കായി. എന്തോ എനിക്കറിയില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെങ്കിലും കൽപ്പന എന്നെ സ്നേഹിച്ചിരുന്നു? അതോ കളിയായിരുന്നു? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എനിക്ക് തന്നെ അവളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ശരിക്കുമുള്ള കൽപ്പനയെ ഞാനും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഞങ്ങൾ തമ്മിൽ ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചത് കുറെ കത്തുകളിലൂടെ മാത്രം. ഒരു സത്യം പറയട്ടേനും, അവള് നന്നായിട്ട് കത്ത് എഴുതുമായിരുന്നു. ആ കത്തുകൾ ഇനി എനിക്ക് മിസ് ചെയ്തേക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിയാവാത്തതിൽ എനിക്കാ ശരിക്കും വിഷമം. ഞാനൊരു പന്തയത്തിൽ തോറ്റതുപോലെ. എന്ത് പന്തയം? ഈ ലോകത്ത് നിന്ന് യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടു എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ നിങ്ങൾ ഒന്നിച്ചിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട ആ വിശ്വാസം തിരിച്ചു കിട്ടിയേനെ. കൽപ്പന കാരണം ഞാനും തോറ്റു. തെറ്റിദ്ധാരണയാണ് അനു അത്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ പിന്നെയും തെറ്റ് ചെയ്യുന്നു. എന്നിട്ടും സ്നേഹമുണ്ട്. എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഗുഡ്. നിങ്ങൾക്കെന്നും സുഖമായിരിക്കാനാവും. അനുവിനെന്തേ ഇങ്ങനെ ചിന്തിക്കാൻ? നേരം ഇരുട്ടി തുടങ്ങിയല്ലേ, നമുക്ക് പോവാം. ഞാൻ ഇവിടെ വിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ജോലി കളയാൻ പോവാ? ഞങ്ങളുടെ
ബാംഗ്ലൂരിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, അങ്ങോട്ട് ട്രാൻസ്ഫറിന് ശ്രമിക്കുക. അതിനുശേഷം സന്യാസം വല്ലതും സ്വീകരിക്കുമോ? ഐ മീൻ സന്യാസിനി, നിന്റെ പുണ്യാശ്രമം എന്നൊക്കെ പാട്ടൊക്കെ പാടി. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. കൽപ്പന പോയത് എന്നെ എത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് എനിക്ക് തീർച്ചയില്ല. പക്ഷേ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാതിരിക്കുന്നത് എന്നെ വിഷമിപ്പിച്ചേക്കും. കാരണം ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നിങ്ങളോടാണ്. ഇപ്പോൾ എനിക്കെന്താ തോന്നുന്നതെന്നറിയോ? ഒരുപക്ഷെ കൽപ്പനയല്ല ഞാൻ യഥാർത്ഥത്തിൽ ഓർമ്മയുണ്ടോ അന്ന് അനുവും കൽപ്പനയും കൂടി എൻ്റെ ഫ്ലാറ്റിൽ വന്നത്? അതിന് 2-3 ദിവസം മുമ്പ് എനിക്ക് പനിയുണ്ടായിരുന്നു. അത്രയും നേരം ഉണ്ടായിട്ടും കൽപ്പനയ്ക്കത് മനസ്സിലായില്ല. പക്ഷെ എന്നെ കണ്ട ഉടനെ അനു എന്നോട് ചോദിച്ചു പനിയായിരുന്നു എന്ന്. അന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സഹാനുഭൂതിയാണ് സ്നേഹം. സോറി വിഷമിപ്പിച്ചതിന്. മനസ്സിൽ തോന്നുന്ന എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഞാൻ പോട്ടെ, നേരം വൈകി. വഴിയിൽ വിടരും വസന്തം അറിഞ്ഞോ നീ? ഓർമ്മകളിൽ നിറയും സുഗന്ധം അറിഞ്ഞില്ലേ നീ? അറിഞ്ഞതില്ലെന്നാലും തളിരിൻ തേരേറി വസന്തം വരുകില്ലയോ? മുകിലിൻ മുഖപടം മായ്കെ തെളിയും താരകമേ, കാർമുകിലിൻ മുഖപടം മായ്കെ തെളിയും താരകമേ. ഈ വഴിയിൽ വിടരും വസന്തം അറിഞ്ഞോ നീ? ഇനി വരും രാത്രിയിൽ ഒരുമിച്ചൊരേ സ്വപ്നം ഇനി നാം കണ്ടെങ്കിലോ? പറയാൻ നോവുകൾ അറിഞ്ഞു വന്നെന്നെ പതിയെ തലോടിയെങ്കിൽ കരിനീല കണ്ണുകൾ നിറയുന്ന നേരം നറുത്തുവാൻ
you make me fly.